നമസ്കാരം. കഥാപാത്രങ്ങളായി സ്ക്രീനിൽ നിറഞ്ഞാടിയപ്പോൾ മാത്രമല്ല, ജീവിതത്തിലും ഒന്നായപ്പോൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചവരാണ് ജയറാമും പാർവതിയും. മലയാളിക്ക് ഇന്നും ഓർക്കാൻ മധുരമുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഈ താരദമ്പതികളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ചർച്ച. തന്റെ പല അഭിമുഖങ്ങളിലും തമ്മിൽ കാണുന്നതിന് മുൻപേ തനിക്ക് പാർവതിയോട് പ്രണയം തോന്നിയിരുന്നുവെന്നും ആദ്യമായി തമ്മിൽ കണ്ട നിമിഷം അത് ഇരട്ടിയായെന്നും ജയറാം പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നടന്റെ ഇഷ്ടം പാർവതി സ്വീകരിക്കാൻ കുറച്ചു താമസമെടുത്തു. അമ്മയുടെ കർക്കശത്തിൽ വളർന്നിരുന്ന താരത്തിന് അത്ര പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ ആവുമായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇഷ്ടമായപ്പോൾ ജയറാമിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ നടി തയ്യാറായി. അമ്മ തമ്മിൽ കാണാൻ അനുവദിക്കാതെ വന്ന സാഹചര്യങ്ങളിൽ ഒക്കെയും പരസ്പരം ഓഡിയോ കാസ്റ്റുകളിൽ പറയാനുള്ളത് റെക്കോർഡ് ചെയ്ത് നൽകിയാണ് ഇരുവരും പ്രണയിച്ചത്. എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം 1992 ഇരു വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടെ തന്നെ ജയറാമും പാർവതി വിവാഹിതരായി. അതിനുശേഷം നടി അഭിനയത്തിൽ നിന്ന് വിരമിച്ച് നൃത്തത്തിനും കുടുംബകാര്യങ്ങൾക്കുമായി മുഴുവൻ സമയവും മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ ജയറാമിന് തന്നെ എങ്ങനെ ഇഷ്ടമായെന്ന് അറിയില്ല. ഇതാണ് പാർവതി പറയുന്നത്. ചെറുപ്പത്തിൽ, പ്രത്യേകിച്ച് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നായികയായിരുന്നപ്പോൾ താൻ ഒരു അഹങ്കാരിയായിരുന്നു എന്നാണ് നടി വെളിപ്പെടുത്തിയത്. തനിക്ക് കടുത്ത മുൻകോപമായിരുന്നുവെന്നും സമ്മതിച്ച പാർവതി, മക്കളായ കണ്ണനും ചക്കിയും ജനിച്ച ശേഷമാണ് തന്റെ ദേഷ്യമൊന്ന് നിയന്ത്രണത്തിലായതെന്നും പറയുന്നു. തന്റെ സഹോദരിയുടെ മരണം തന്റെ വ്യക്തിത്വത്തെ ഒരുപാട് മാറ്റിയെടുത്തുവെന്നും താരം പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. എന്റെ ആ ഒരു ദേഷ്യം കുറഞ്ഞത്, ഞാനൊന്ന് സെറ്റിൽ ഡൗൺ ആയത് എന്റെ സഹോദരി പോയതിനു ശേഷമാണ്. എന്റെ അനിയത്തി മരിച്ചു. അവൾക്ക് വെറും 21 വയസ്സായിരുന്നു. ആ സമയത്ത് എനിക്കൊരു 26 വയസ്സ്. അതിനുശേഷമാണ് ഞാൻ കാം ഡൗൺ ആയി തുടങ്ങിയത്. എന്റെ ജീവിതം തന്നെ ആകെ മാറ്റിമറിച്ച ഒരു വല്ലാത്ത ഭയങ്കര സാഹചര്യമായിരുന്നു അത് എന്നൊക്കെയാണ് നടി പറയുന്നത്. കാര്യം എന്തൊക്കെയായാലും അന്നും ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ജയറാം പാർവതിയും.